നമസ്കാരം. കരിങ്കുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നമ്മൾ സോളാർ വെച്ച ആൾക്കാർക്കും അതുപോലെ തന്നെ ഇനി വെക്കാനിരിക്കുന്നവർക്കും അതുപോലെ സോളാർ വെച്ചിരിക്കുന്ന ആളുടെയൊക്കെ അയൽപക്കത്ത് താമസിക്കുന്ന ആളുകൾക്കും ഇവർക്കെല്ലാവർക്കും വരാനിരിക്കുന്ന ഒരു പ്രതിസന്ധി, ഒരു പ്രശ്നം, അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പം ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ വീട്ടിലെ പല ഉപകരണങ്ങളും കത്തി നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ, അതായത് സോളാർ വെച്ചിരിക്കുന്ന വീടുകളാണിത്. അവരുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾ വോൾട്ടേജ് ഹൈ ആയിട്ടാണ്, അതായത് 270 വോൾട്ടിനൊക്കെ മുകളിലേക്ക് വന്നിട്ട് അവരുടെ വീട്ടിലെ സാധനങ്ങളെല്ലാം കത്തി നശിച്ചു പോകുന്ന ഒരു പ്രശ്നം. അപ്പോൾ അത് അവരുടെ അയൽവക്കത്തുള്ള വീട്ടുകാർക്കും ഇത് കുറേശ്ശെ ബാധിക്കുന്നുണ്ടെങ്കിലും സോളാർ വെച്ചിരിക്കുന്നവർക്കാണ് കൂടുതലും പ്രശ്നം വരുന്നത്. ആണെങ്കിൽ ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് സോളാർ സിസ്റ്റം വെച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണിത്. അപ്പം അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സോളാർ ഇൻവെർട്ടർ, അതായത് സ്ട്രിങ് ഇൻവെർട്ടർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, നമ്മുടെ സോളാർ പാനലിൽ നിന്ന് കൊടുത്തിട്ട് KSEBിലേക്ക് കറണ്ട് വിൽക്കുന്ന ആ ഇൻവെർട്ടർ, അതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യം മനസ്സിലാവും. അതായത് നമ്മുടെ ഒരു സോളാറിൽ കൊടുക്കുന്ന ഒരു ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ അല്ലെങ്കിൽ സ്ട്രിങ് ഇൻവെർട്ടറിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആദ്യമായിട്ടൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, നമ്മുടെ സോളാർ പാനലുകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന DC-നെ നമ്മൾ നേരെ സ്ട്രിങ് ഇൻവെർട്ടറിലേക്ക് ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് ഒരു MPPT സിസ്റ്റത്തിലേക്കാണ് നമ്മളത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ആ സ്ട്രിങ് ഇൻവെർട്ടറിലേക്ക് നമ്മൾ AC, അതായത് നമ്മുടെ 230 വോൾട്ട് AC നമ്മുടെ KSEBിയുടെ ലൈൻ കൂടെ കൊടുത്താൽ മാത്രമേ അത് വർക്കിംഗ് ആകാനായിട്ട് തുടങ്ങത്തുള്ളൂ. കൊടുത്തു കഴിയുമ്പോൾ സംഭവിക്കുന്നത്, നമ്മൾ DC സപ്ലൈ അതിനകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ DC സപ്ലൈ സ്വീകരിച്ച് വെറുതെ ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ അതിനകത്തുനിന്ന് ഒരു ഔട്ട്പുട്ടും നമുക്കുണ്ടായിരിക്കുന്നതല്ല. പക്ഷേ നമ്മൾ ഇൻപുട്ടിലേക്ക് നമ്മളൊരു AC കൊടുത്തു കഴിയുമ്പോൾ അത് എത്ര വോൾട്ടേജാണ്, അതിൻ്റെ ഫേസ് എങ്ങനെയാണ്, അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്, വോൾട്ടേജ്, ഇതെല്ലാം ഇതിൻ്റെ മൈക്രോ കൺട്രോളർ കൃത്യമായിട്ട് നിരീക്ഷിച്ചതിന് ശേഷം ഒരല്പസമയം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇൻവെർട്ടറിനുള്ളിൽ നിന്നും ഈ DC, അതായത് സോളാർ പാനലിൽ നിന്നും വന്നിരിക്കുന്ന ആ DC-നെ നേരെ കൺവേർട്ട് ചെയ്ത് AC ആക്കി, അത് എന്താണോ നമ്മൾ അങ്ങോട്ട് കൊടുത്ത് അതിനെ അളന്ന് നോക്കി അതേ രീതിയിലുള്ള AC ആക്കിയിട്ട് നമുക്കതിനകത്തേക്ക് KSEB ലൈനിലേക്ക് അത് കറണ്ടായിട്ട് കടത്തിവിടുന്നത്, തള്ളിവിടുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും അതിന് ഇൻപുട്ട് AC കിട്ടണം. അപ്പോൾ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സോളാറിൽ നിന്ന് നമുക്ക് വീട്ടിലേക്ക് വൈദ്യുതി ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം. അതായത് സാധാരണ ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ വെച്ചിരിക്കുന്ന ആർക്കും കറണ്ട് പോകുന്ന സമയത്ത് ആ സോളാർ പാനലിൽ നിന്നുള്ള വൈദ്യുതി നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാൻ ആരും വിചാരിക്കരുത്. അങ്ങനെ പലരും എന്നെ വിളിച്ചപ്പോൾ ഈയിടെ ചോദിച്ചുകൊണ്ടാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണെന്നാണ് ഞാൻ വിചാരിച്ചു, പക്ഷേ പലർക്കും അത് അറിയത്തില്ലാത്തൊരു കാര്യമാണെന്ന് എനിക്ക് പലരും എന്നോട് ഈയിടെ സംശയം ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. സ്ട്രിങ് ഇൻവെർട്ടർ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ KSEBിയുടെ സപ്ലൈ ഓൺ ആയിരിക്കണം. KSEBിയുടെ സപ്ലൈ പോയാൽ സെക്കൻഡിൽ നമ്മുടെ സോളാറിൽ നിന്നുള്ള പ്രൊഡക്ഷൻ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സോളാറിൽ നിന്നും വരുന്ന ആ DC കറണ്ടിനെ നമ്മൾ AC ആക്കി നമ്മുടെ 230 വോൾട്ടാക്കി KSEBിയുടെ ലൈനിലേക്ക് നമ്മൾ തള്ളിവിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വെള്ളമൊക്കെ ഒഴുകുവാണെങ്കിൽ ഇച്ചിരി ഹൈറ്റിൽ വെള്ളം നിന്നെങ്കിൽ മാത്രമേ നമുക്ക് താഴേക്ക് ആ വെള്ളം ഒഴുകത്തുള്ളൂ. ഇപ്പോൾ ഒരു പൈപ്പിനകത്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിലും ഇച്ചിരി ഹൈ പ്രഷറിൽ നമ്മൾ ഇച്ചിരി ഹൈറ്റിൽ നിന്ന് വരുന്ന വെള്ളത്തിനെ കൊടുത്തെങ്കിൽ മാത്രമേ താഴെ ഭാഗത്തേക്ക് അത് ഒഴുകിപ്പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ വെള്ളം കൂടുതലും മുകളിലുള്ള ഒരു ടാങ്കിലേക്ക് നമ്മൾ കയറ്റാനായിട്ട് ശ്രമിച്ചാൽ നമ്മൾ ഒരിക്കലും മോട്ടോർ വെച്ചടിച്ചാൽ അല്ലാതെ നമുക്കൊരിക്കലും വെള്ളം മുകളിലേക്ക് ഒഴുകില്ല എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ KSEBിയുടെ ലൈനിൽ ഇപ്പോൾ നമ്മൾ 230 വോൾട്ടാണ് കിടക്കുന്നത് നമ്മൾ വിചാരിക്കുക. അപ്പോൾ ആ 230 വോൾട്ട് ലൈനിലേക്ക് നമ്മൾ സപ്ലൈ, നമ്മുടെ സോളാർ പാനലിൽ നിന്ന് വരുന്ന സപ്ലൈ നമ്മൾ കടത്തി അങ്ങോട്ട് തള്ളി കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൃത്യം 230 വോൾട്ട് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പോകില്ല, അതങ്ങനെ കറക്റ്റ് നേരെ നിൽക്കത്തേ ഉള്ളൂ. അപ്പം ആ ലൈനിലേക്ക് പോകുന്നതിന് നമ്മൾ എന്ത് ചെയ്യും, 230 വോൾട്ട് എന്നുള്ളത് ഒരല്പം നമ്മൾ കൂടുതൽ കൊടുക്കും. നമ്മുടെ ഇൻവെർട്ടർ, അതായത് സ്ട്രിങ് ഇൻവെർട്ടർ എപ്പോഴും അത് നോക്കിയിട്ട് അതിനൊക്കെ ഞാൻ അല്പം വോൾട്ടേജ് കൂട്ടി കൊടുത്തുകൊണ്ടാണ് അത് എപ്പോഴും സോളാർ ഒന്ന് വരുന്ന സപ്ലൈ നമ്മൾ KSEB ലൈനിലേക്ക് ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഒരു ലൈനിൽ നമ്മളിപ്പോൾ ഒരു 20 പേര്, ഒരേ ലൈനിൽ 20 പേര് സോളാർ സിസ്റ്റം സ്ഥാപിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനകത്തെ നമ്മളുടെ വീട്ടിലെ ഇൻവെർട്ടർ 230 എന്നുള്ളത് ഒരല്പം കൂട്ടി 232 33 വോൾട്ടാക്കി നമ്മൾ പതിയെ നമ്മൾ ലൈനിലേക്ക് തള്ളി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അയൽവക്കത്തുള്ള അല്ലെങ്കിൽ മറ്റുള്ള ഇൻവെർട്ടറുകൾ എന്ത് ചെയ്യും, അത് അതിനെ കഴിഞ്ഞും, അതായത് നമ്മൾ 232 വോൾട്ടിലോട്ട്, അപ്പം നമ്മുടെ ലൈൻ വോൾട്ടേജ് പതിയെ റൈസ് ചെയ്ത് വരുവാണെങ്കിൽ അവരെന്ത് ചെയ്യും, 235 വോൾട്ടിലോട്ട് അവരുടെ ഇൻവെർട്ടറുകൾ, മറ്റുള്ളവരുടെ ഇൻവെർട്ടറുകൾ തള്ളി കൊടുക്കാനായിട്ട് ഇറങ്ങി. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ നിരവധി ആൾക്കാരുടേത്, അതായത് 10-20 പേരുടേത് ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് മത്സരം നടക്കും ലൈനയിൽ. അതായത് ഓരോരുത്തരും ഹൈ ആക്കും, അപ്പോൾ മറ്റവരുടെ കഴിഞ്ഞ് മൊത്തത്തിൽ ലൈനയിലെ വോൾട്ടേജ് കൂടി പോകും. അപ്പോൾ അടുത്തവൻ ഹൈ ആക്കും, ഇങ്ങനെ ഹൈ ആക്കി 250 ആകും, 260 ആകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 270 വോൾട്ടിലാണ് സാറിന് എല്ലാം കട്ട് ഓഫ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു പരിധി വിട്ട് വോൾട്ടേജ് പോയി കഴിഞ്ഞാൽ മൊത്തം പൊട്ടിത്തെറിച്ച് പ്രശ്നമാകുമല്ലോ. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി എല്ലാ ഇൻവെർട്ടറുകൾക്കും ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ പല ഇൻവെർട്ടറിനകത്തുണ്ടെങ്കിലും ഏകദേശം നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 270 വോൾട്ടിലാണ് ഇത് കട്ട് ഓഫ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 270 വോൾട്ട് നമ്മുടെ ഇൻവെർട്ടർ എപ്പോൾ ആകുന്നു, അപ്പം 271 വോൾട്ടിലോട്ട് ലൈൻ പോയാൽ നമ്മുടെ ഇൻവെർട്ടർ അപ്പോൾ തന്നെ ഓഫായിരിക്കും.
അപ്പോൾ എന്താണ് നമ്മളുടെ മുകളിൽ നിന്ന് വരുന്ന ഈ സോളാറിൽ നിന്ന് വരുന്ന പ്രൊഡക്ഷൻ നമുക്ക് ഒട്ടും ലൈനിലോട്ട് കൊടുക്കാനായിട്ട് പറ്റാതെ വരികയും നമ്മളുടെ ആ ബാറിനകത്ത് നിങ്ങൾക്ക് കാണാൻ ഇങ്ങനെ ലൈനായിട്ടായിട്ട് വീഴും. അതായത് കട്ടായി പോകുന്നത്. അതായത് ഓണാകും, പിന്നെ അത് വോൾട്ടേജ് കുറച്ചുകൂടെ സെറ്റായി വന്നു കഴിയുമ്പോൾ വീണ്ടും ഓണാകും, വീണ്ടും ഓഫാകും. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ തീരെ കുറഞ്ഞു പോകും. അതാണ് നമുക്ക് 15ഉം 18ഉം ഒക്കെ യൂണിറ്റ് കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് 8 യൂണിറ്റ് കിട്ടുന്നുള്ളൂ, 5 യൂണിറ്റ് കിട്ടുന്നുള്ളൂ എന്നൊക്കെ ചിലർ പറയുന്നു. അതുപോലെ തന്നെ പലയിടത്തും ചില സ്ഥലങ്ങളിൽ ഇത് ഓൺ ആവുന്നേ ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യം, അതുപോലെ തന്നെ വീട്ടിലെ ഉപകരണങ്ങളെല്ലാം കത്തിപ്പോകുന്ന ഒരു കാര്യം, ഇതെല്ലാം വരുന്നതിൻ്റെ കാരണം ഈ 270 വോൾട്ടിലോട്ട് ഈ സപ്ലൈ റേസ് ചെയ്ത് കയറുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതിനൊരു ഹൈ വോൾട്ടേജ് റേഞ്ചും ലോ വോൾട്ടേജിൽ ഒരു 150 വോൾട്ടൊക്കെ ആകുമ്പോൾ വോൾട്ടേജ് താഴ്ന്ന ഒരു പരിധിക്കുള്ളിൽ പോകുന്നു കഴിഞ്ഞാലും അന്നേരം ഇൻവെർട്ടർ ഓഫ് ആവും, ഹൈ ആയി കഴിഞ്ഞാൽ അന്നേരം ഓഫ് ആവും. ആ രീതിയിലാണ് ഇൻവെർട്ടറിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്തുകൊണ്ടാണ് വോൾട്ടേജ് ഹൈ ആയി പോകുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി ഇതിന് എതിരായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്താണ് ഒരു നടപടി ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഇപ്പോൾ ഒരു സാധാരണ ഇത് സോളാർ വെച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവർക്ക് ആ ഇൻവെർട്ടറിനകത്ത് ചെറിയ സെറ്റിങ്സ് ഒക്കെ മാറ്റിക്കൊണ്ട് ചെറിയ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അതുകൊണ്ടൊന്നും വലിയ ഫലം ഒന്നും ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഇല്ല. പിന്നെ ചെയ്യുന്ന ഒരു ചെറിയൊരു കാര്യമാണ് നമ്മുടെ സർവീസ് വയർ, നമ്മുടെ ലൈനിലോട്ട് കൊടുത്തിരിക്കുന്ന സർവീസ് വയർ നല്ല ഒരു ക്വാളിറ്റിയുള്ള സർവീസ് വയർ നമ്മൾ മേടിച്ച് മാറി പുതിയത് ഇടുക എന്നുള്ളൊരു കാര്യം. ഇത്രയും കാര്യമേ നമുക്ക് ശരിക്കും ഒരു സാധാരണ ഒരു സോളാർ വെച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ചെയ്യേണ്ടത് മെയിനായിട്ടും KSEB ആണ്. നമ്മൾ KSEBയിൽ അവരോട് പറയുവാണെങ്കിൽ അവർക്ക് പറ്റുന്ന കേസാണെങ്കിൽ ഇപ്പം ടാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടൊക്കെയുള്ള സംവിധാനങ്ങൾക്ക് ട്രാൻസ്ഫോർമറിലുണ്ടെങ്കിൽ അതിനകത്തൊക്കെ അതിനൊക്കെ പരിമിതികളുണ്ട്. വേണമെങ്കിൽ കുറച്ച് ചെയ്യാനായിട്ട് പറ്റും. ട്രാൻസ്ഫോർമറിൽ അവരത് അഡ്ജസ്റ്റ് ചെയ്ത് തരും, അവരുടെ അടുത്ത് പറഞ്ഞു തന്നാൽ KSEB ന്ന്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു എന്താണ് ഇതിനൊരു മാർഗ്ഗം, ഇങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, പ്രൊഡക്ഷൻ ഇല്ല, സാധനങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനെയുള്ള പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ, എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു 2 ഓപ്ഷനാണ് നമുക്കിതിനകത്ത് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ KSEBയോട് പറഞ്ഞു തന്നാൽ അവർക്ക് ഈ ടാപ്പ് അഡ്ജസ്റ്റ്മെൻറ്റ് അത് എല്ലാ സ്ഥലങ്ങളിലും ഒന്നും അത്ര പ്രായോഗികമൊന്നും അല്ലെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയാണ്. ഇപ്പോൾ ഇതിനകത്ത് KSEBക്ക് എന്തായാലും കൃത്യമായിട്ടും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KSEBക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല. എങ്കിലും അതിനകത്ത് ഇപ്പോൾ വോൾട്ടേജ് റെഗുലേറ്ററുകൾ അല്ലെങ്കിൽ OLTC ട്രാൻസ്ഫോർമർ, അതായത് നമ്മുടെ ടാപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അതിനൊക്കെ ഭയങ്കര റേറ്റ് വരുന്ന ഭയങ്കര വില വരുന്ന ട്രാൻസ്ഫോർമറുകളാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും കൊണ്ടുവന്ന് ആ OLTC ട്രാൻസ്ഫോർമർ ഒന്നും വെക്കുക എന്ന് പറഞ്ഞാൽ KSEBിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അത് പിന്നെ ചെയ്യാവുന്നൊരു കാര്യം ഗ്രിഡ് പവർ വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ ഗ്രിഡിൻ്റെ ശേഷി, ലൈനുകളെല്ലാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലൈനുകളൊക്കെ ആക്കുക. ട്രാൻസ്ഫോർമറുകൾ തീർത്തും മോശമായിട്ടുള്ള ട്രാൻസ്ഫോർമറുകളൊക്കെ മാറ്റിയിട്ട് നല്ല ട്രാൻസ്ഫോർമറുകൾ വെക്കുക. അതുപോലെ തന്നെ പലരും എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ ആളുകൾക്കുള്ള ഒരു സംശയമാണ്, നമ്മൾ ഈ LTയിൽ നമ്മൾ ഈ കൊടുക്കുന്ന ഈ വോൾട്ടേജ് ഉണ്ടല്ലോ, അതായത് 230 വോൾട്ടിലാണല്ലോ നമ്മൾ ഈ സോളാറിൽ നിന്ന് കൊടുക്കുന്നത്, ഇത് 11 kV ലൈനിലോട്ട് ട്രാൻസ്ഫോർമർ വഴി ചെന്നിട്ട് 11 kV ലൈനിലേക്ക് ഇത് കയറി പ്രൊഡക്ഷൻ പോകുമോ ഇല്ല എന്നുള്ളത്. ശരിക്കും ഇതിൻ്റെ വർക്കിംഗ് അനുസരിച്ച് ശരിക്കും 11 kV ലൈനിലേക്ക് ഇത് പോകും. എന്നിട്ട് മറ്റുള്ള ലൈനുകളിലേക്ക് അല്ലെങ്കിൽ വേറെ ട്രാൻസ്ഫോർമറിലേക്കും അങ്ങനെയെല്ലാം സബ്സ്റ്റേഷനിലേക്ക് വരെ ഈ സപ്ലൈ നമ്മൾ കൊടുക്കുന്നത് ശരിക്കും പോകേണ്ടതാണ്. പക്ഷേ അതിനകത്ത് വരുന്ന പ്രശ്നം ഈ ട്രാൻസ്ഫോർമറുടെ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ അതിൻ്റെ കോറുകൾ ക്വാളിറ്റി ഇല്ലാത്തോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് പോകാൻ ബുദ്ധിമുട്ട് വരും. അതുപോലെ ഈ ഗ്രിഡ് കപ്പാസിറ്റി നല്ല പെർഫെക്റ്റ് സ്ട്രോങ് ആണെങ്കിൽ ലൈനുകൾ നിങ്ങൾക്കിപ്പോൾ അറിയാം, പല സ്ഥലങ്ങളിൽ നമ്മൾ കാണാം വളരെ നൂല് പോലെയുള്ള ചെറിയ കമ്പികളൊക്കെയാണ് പല സ്ഥലത്തും കിടക്കുന്നത്. അവർ കണ്ടമാനം നീളത്തിൽ ഒരുപാട് നീളത്തിൽ ഇങ്ങനെ വീടുകൾ പോകുന്നതും അതുപോലെ തന്നെ വോൾട്ടേജ് തീരെ താഴോട്ട് പോകുന്നതും അങ്ങനെ പല പ്രശ്നങ്ങളും എല്ലായിടത്തും ഉണ്ട്. ഇതെല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ട് നല്ല കേബിളുകളും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ഇതെല്ലാം അറേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ ട്രാൻസ്ഫോർമറുകൾ പോയതാണെങ്കിൽ അതൊക്കെ മാറ്റിവെച്ചും അതുപോലെ തന്നെ ട്രാൻസ്ഫോർമറിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ടും ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് KSEBക്ക് ഇതിനെ കുറച്ചും കൂടെ കൂട്ടിക്കൊണ്ട് വരാം, അല്ലെങ്കിൽ പവർ കൂട്ടിക്കൊണ്ട് 11 kVയിലേക്ക് കയറി പോകുന്നതാണെങ്കിലും കുറച്ചുകൂടെ എഫിഷ്യൻസി കൂടുതൽ കിട്ടും, എല്ലാം ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ. അപ്പോൾ അതൊക്കെ KSEBയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് വിചാരിക്കാവുന്നതെങ്കിലും ഇതൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിനകത്ത് വരാനിരിക്കുന്ന ഒരു വലിയ പ്രശ്നം, നമ്മളിപ്പം പോസിറ്റീവും നെഗറ്റീവും പറയണമല്ലോ, അപ്പോൾ വരാനിരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നം തന്നെയാണിത്. ഇതിനിയും ഭാവിയിലേക്ക് കൂടുതൽ രൂക്ഷമായിട്ട് വരാനേ സാധ്യതയുള്ളൂ. കാരണം കൂടുതൽ ആൾക്കാർ ചെയ്യും തോറും ഇത് കൂടുതൽ പ്രശ്നമായിട്ട് വരും. അപ്പോൾ തന്നെ അതുകൊണ്ടാണ് പല സ്ഥലത്തും ഫീസിബിലിറ്റി ഇല്ലാതെ വരുന്നതിൻ്റെ ഒരു കാരണം ആൾക്കാർക്കിത് വെക്കാനായിട്ട് KSEB സമ്മതിക്കാത്തതിൻ്റെ ഒരു കാര്യം. ഇതിപ്പോൾ ഒരു ട്രാൻസ്ഫോർമറിൻ്റെ ഇല്ല, അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമർ കപ്പാസിറ്റിയുടെ ഒരു 50% വെക്കുകയാണെങ്കിൽ ഇത് വലിയ കാര്യമായിട്ട് ഒരു പ്രശ്നങ്ങളും സാറിന് ഇതിൽ വരികയില്ല. പക്ഷേ 80% നമുക്കിപ്പോൾ ഇവിടെ ആവശ്യം അനുവദിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് ഇപ്പം മെയിനായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരം, അതുപോലെ എറണാകുളം, കോഴിക്കോട്, തൃശ്ശൂർ, ഈ ഇത്രയും ഭാഗത്തു നിന്നുള്ള ആൾക്കാർ എന്നെ ഏറ്റവും കൂടുതലും വിളിച്ചിരിക്കുന്നത് ഈ ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം കോട്ടയത്തു നിന്ന് വിളിച്ചു, കോട്ടയത്തും പതുക്കെ ഇത് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വ്യാപിച്ച് വരും, കാരണം കൂടുതൽ ആൾക്കാർ ചെയ്യും തോറും ഇതിങ്ങനെ വ്യാപിച്ച് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു പ്രശ്നം. ഭാവിയിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സോളാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂ
ഇതായിരിക്കും. എല്ലാവരും വെക്കാൻ തയ്യാറായാലും നമുക്ക് എല്ലാവർക്കും വെക്കാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല ഓൺ ഗ്രിഡ്. പിന്നെ വേറെ പ്രശ്നം കൂടെ ഇതിനകത്ത് വരും. ഇതേപോലെ ഫീസിബിലിറ്റി ഇല്ലാതെ വരിക, അല്ലെങ്കിൽ വെക്കാൻ പറ്റാതെ വന്നു കഴിയുമ്പോൾ, ഇപ്പം നമ്മൾ ഒരു ട്രാൻസ്ഫോർമറിൻ്റെ കീഴിൽ നമ്മൾ 100 പേരാണ് മൊത്തം ഉള്ളതെന്ന് ഒരു ഉദാഹരണം പറഞ്ഞാൽ കേട്ടോ, 100 പേരാണ് മൊത്തം ഉള്ളതെന്ന് വിചാരിക്കുക. അതിനകത്തൊരു 20 പേര് സോളാർ 5 കിലോ വാട്ടോ അല്ലെങ്കിൽ 3 കിലോ വാട്ടോ ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു 20 വീട്ടുകാരുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ പോകുമ്പം അവിടെ വോൾട്ടേജ് റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ ഫീസിബിലിറ്റിയും തീർന്നു കഴിഞ്ഞ് കഴിയുമ്പം അപ്പം ബാക്കിയുള്ള ആ ഒരു 80 പേര് ആണ് ഇതിനെ ശരിക്കും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം വരുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പം ഈ ഫീസിബിലിറ്റി ഇല്ലാതെ വരിക, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാതെ കഴിയുമ്പോൾ കുറച്ച് പേര്, ഒരു 10 പേര് ഓഫ് ഗ്രിഡ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അവരെല്ലാവരും ഓഫ് ഗ്രിഡ് ചെയ്ത് അതിനകത്തേക്ക് മാറിയാൽ എന്ത് സംഭവിക്കും? ഈ 80 പേരെന്നുള്ളത് 70 പേരായി പോകും. അപ്പോൾ അത്രയും കുറഞ്ഞു വന്നു കഴിയുമ്പോൾ ഈ ലൈനിലെ വോൾട്ടേജ് വീണ്ടും റൈസ് ചെയ്യാനും ഈ ഒരു പ്രശ്നം രൂക്ഷമാകാനും കൂടുതൽ അതിനകത്ത് സാധ്യത വരും. അപ്പോൾ വീണ്ടും ആൾക്കാർ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഓഫ് ഗ്രിഡ് തന്നെ ചെയ്ത് പോകുന്നൊരു സിസ്റ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ചെയ്യും തോറും ഇത് പ്രശ്നം കൂടി വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഭാവിയിലേക്ക് വരാനിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണിത്. പറയുമ്പം ഇതിൻ്റെ ഒരു സോളാർ സിസ്റ്റം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറയുമ്പം നമ്മളതിൻ്റെ പോസിറ്റീവും അതിൻ്റെ നെഗറ്റീവും പറഞ്ഞു. അപ്പോൾ നമ്മളൊന്ന് മറച്ച് വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് നമുക്ക് ഒരിക്കലും പോകാനായിട്ട് പറ്റത്തില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സോളാറൊക്കെ ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എല്ലാ ഭാഗങ്ങളും നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും പറയും, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പറയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു. ഉപയോഗപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കണ്ടെന്ന് ഇപ്പോൾ തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.